നമസ്കാരം. ഭൂമിയിൽ മനുഷ്യകുലത്തിന് വരപ്രസാദമായി ഈശ്വരന്മാർ അരുളിയ എത്രയോ ക്ഷേത്രങ്ങൾ, പരിഹാര സ്ഥലങ്ങൾ, പുണ്യനദികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. 90% ഭക്തരും എന്തെങ്കിലും ആവശ്യങ്ങളാലോ ആഗ്രഹങ്ങളാലോ ക്ഷേത്രം സന്ദർശിക്കുന്നവരാണ്. പക്ഷേ അവർക്കെല്ലാം തന്നെ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകണമെന്നില്ല. എന്നാൽ ഇവിടം സന്ദർശിച്ചതിനു ശേഷം പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ മാറ്റം അനുഭവപ്പെട്ടു എന്ന് ഭക്തർ ഏകകണ്ഠമായി അവകാശപ്പെടുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு അഗസ്തീശ്വര സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ പേരളത്തിനടുത്ത് തിരുക്കൊടിയലൂർ എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ അഗസ്തീശ്വരർ എന്ന നാമത്തിലും ശ്രീപാർവതി ആനന്ദവല്ലി എന്ന നാമത്തിലും കുടികൊള്ളുന്നു. പ്രശസ്തമായ തിരുമീയച്ചൂർ ക്ഷേത്രം ഇവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരത്തിലാണ്. ഈ പ്രദേശത്ത് സൂര്യദേവനും ഭാര്യമാരായ ഉഷാ ഛായ ദേവിമാരും ചേർന്ന് ശിവഭഗവാനെ ആരാധിച്ച് പുത്രഭാഗ്യം ലഭിച്ച സ്ഥലം എന്നർത്ഥത്തിൽ ഇവിടം തിരുക്കൂടിയലൂർ എന്നും കാലക്രമേണ തിരുക്കൊടിയലൂർ എന്നുമായി മാറി. പ്രധാനമായും യമധർമ്മനും ശനീശ്വരനും അവതരിച്ച പ്രദേശമായതിനാൽ ഇവിടെ ശനിയുടെ ആധിക്യം അധികമായിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊരു പാടൽപ്പെട്ട സ്ഥലമാണെന്നും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ടൊരു കാലത്ത് ഇന്ദ്രനും അരുണനും തിരുമേയച്ചൂർ ക്ഷേത്രത്തിലെ മൂലവർ മേഘനാഥസ്വാമിയെയും മനോന്മണി അമ്മനെയും പൂജിച്ച് ശാപനിവൃത്തി കിട്ടി. ആ സമയം അവിടെ എത്തിയ സൂര്യന്റെ പത്നിമാരായ ഉഷാദേവിയും ഛായാദേവിയും ഭഗവാനെ പുത്രഭാഗ്യത്തിനായി പ്രാർത്ഥിച്ചു. അവർക്ക് ഭഗവാൻ സന്താനഭാഗ്യം അനുഗ്രഹിച്ചു. പുത്രഭാഗ്യത്തിന് തയ്യാറായിരുന്നെങ്കിലും സൂര്യന്റെ അധിക ചൂട് താങ്ങാനാവാതെ ഉഷാദേവി ഒരു കുതിരയുടെ രൂപമെടുത്ത് ഓടിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ഛായാദേവിയെ ഒരു കറുപ്പ് കുതിരയുടെ രൂപത്തിൽ നിർത്തി ഓട്ടം തുടർന്നു. പക്ഷേ സൂര്യൻ പിന്നാലെ കുതിച്ചുകൊണ്ടിരുന്നു. അവർ മൂവരും ചേർന്ന് 2 പുത്രന്മാർക്ക് ജന്മം നൽകിയ സ്ഥലമാണ് തിരുക്കൂടലൂർ. സൂര്യനിൽ ഉഷാദേവിക്ക് പിറന്ന കുഞ്ഞാണ് യമധർമ്മൻ. ഛായാദേവിയുടെ പുത്രനായി ശനീശ്വരനും ജനിച്ചു. വേറൊരു പുരാണ പ്രകാരം തിരുക്കടയൂരിൽ ശ്രീപരമേശ്വരൻ യമനെ വധിച്ചതിനാൽ യമൻ വീണ്ടും പുനർജനിച്ച സ്ഥലമാണിതെന്നും ഐതിഹ്യമുണ്ട്. അങ്ങനെയിരിക്കെ ഹയഗ്രീവരുടെ നിർദ്ദേശപ്രകാരം തിരുമീയച്ചൂർ വന്ന അഗസ്ത്യർ മനോന്മണിയമ്മൻ നാമത്തിലിരിക്കുന്ന ലളിതാംബികയെ ദർശിച്ച് ലളിതാ നവരത്നമാല പാടി അമ്പാളുടെ അനുഗ്രഹം സിദ്ധിച്ചു. പിന്നീട് ശിവപൂജ ചെയ്യാൻ ആഗ്രഹിച്ച അദ്ദേഹം അവിടെ നിന്നും പടിഞ്ഞാറുള്ള കൂടിയലൂർ എന്ന കൊടിയലൂർക്ക് വന്ന് ശിവലിംഗം പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ശിവഭഗവാന് അഗസ്തീശ്വരർ എന്ന നാമം വന്നത്. പിന്നീട് ദേവി ലളിതാംബികയെ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ചു. തേടി വന്ന് വണങ്ങുന്ന ഭക്തർക്ക് അരുൾ തരുന്ന അമ്പാൾക്ക് അഗസ്ത്യർ ആനന്ദവല്ലി എന്ന നാമം വെച്ചു. പിന്നീട് അദ്ദേഹം ഇവിടെ തപസിരുന്നു. ഇവിടെ വന്ന് ശനീശ്വരനെയും യമധർമ്മനെയും വണങ്ങുന്ന ഭക്തർക്ക് സകല ശനിദോഷവും യമഭയവും മാറ്റിക്കൊടുക്കണമെന്ന് അഗസ്ത്യർ പ്രാർത്ഥിച്ചപ്പോൾ അപ്രകാരം അനുഗ്രഹം ചൊരിഞ്ഞു ഭഗവാനും അമ്പാളും എന്നാണ് ഐതിഹ്യം. ഏകദേശം 2000 വർഷത്തോളം പഴക്കം കണക്കാക്കുന്നതും 2.5 ഏക്കറിൽ കാണപ്പെടുന്നതുമായ പുരാതനമായ ഈ കിഴക്ക് ദർശനമായ ക്ഷേത്രത്തിന് രാജഗോപുരമില്ല. ചെറിയ പ്രവേശന കവാടം കടന്ന് അകത്തെത്തിയാൽ വിനായകർ, ബലിപീഠം, നന്ദി ഭഗവാൻ. ഇവിടെ സ്വാമി സന്നിധിക്ക് ഇടത് തെക്ക് ഭാഗത്ത് യമധർമ്മനും വലത് വടക്കു ഭാഗത്ത് ശനീശ്വരനും സന്നിധി കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ നീതിപതിയായ ശനീശ്വര ഭഗവാനും ധർമ്മത്തിന്റെ രാജാവായ യമധർമ്മനും ഒരേ സ്ഥലത്ത് അവതരിച്ചതിനാൽ ഭക്തർ പുത്രഭാഗ്യത്തിനായി ഇവിടെ പ്രാർത്ഥിക്കുന്നു. കൊടിയലൂർ അഗസ്തീശ്വര സ്വാമി ക്ഷേത്രത്തിൽ ഇരുവരും കുഞ്ഞുങ്ങളായി അനുഗ്രഹമൂർത്തികളായി ഭക്തർ ചോദിക്കുന്ന വരം ഉടനെ നൽകുന്നതിനാലാണ് ഈ ക്ഷേത്രത്തിൽ കാൽവെച്ച ഉടനെ ഭക്തർക്ക് ആഗ്രഹങ്ങൾ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. കുഞ്ഞായിരുന്നതിനു ശേഷം പിന്നീടാണ് ശനീശ്വരൻ തിരുനള്ളാറിലേക്ക് പോയതെന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശം. അതിനാൽ തിരുനള്ളാറിലെ ശനീശ്വരന്റെ ദൃഷ്ടി ഇവിടേക്കുണ്ട് എന്നും സംസാരമുണ്ട്. തിരുനള്ളാർ പോകാൻ പറ്റാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലും തുല്യഫലമാണെന്നാണ് പറയുന്നത്. ജ്യോതിഷശാസ്ത്രത്തിൽ ആയുൾകാരകനാണ് ശനീശ്വരൻ. യഥാർത്ഥത്തിൽ ജീവനെടുക്കുന്നത് സഹോദരനായ യമധർമ്മനും. ഇരുവരും ഇവിടെ മംഗളദായകരായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ശനീശ്വരൻ തന്റെ ഗുരുവായ ഭൈരവരെ നോക്കിയാണ് നിലകൊള്ളുന്നത്. കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ജന്മശനി, ശനിദശാകാലം എന്നിങ്ങനെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കഷ്ടങ്ങളെ കുറയ്ക്കാൻ ഭക്തർ ഇവിടം സന്ദർശിക്കുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മണി മുതൽ 3 മണിക്കുള്ളിൽ ഇരുവരുടെയും ശക്തി ഉച്ചഘട്ടത്തിലിരിക്കുന്ന യമകണ്ഠത്തിൽ നടക്കുന്ന നീണ്ട ആയുൾ ഹോമത്തിൽ പങ്കെടുത്ത് ശനീശ്വരന് എള്ളുസാദം നിവേദിച്ച് ഇവിടെ അന്നദാനം നടത്തിയാൽ ശനിദോഷം സാരമായി ബാധിക്കില്ല, ആയുർദോഷങ്ങൾ മാറും എന്നാണ് വിശ്വാസം. ശനിദോഷം പിടിപെട്ട ദേവേന്ദ്രൻ ശനീശ്വരനിൽ നിന്നും രക്ഷപ്പെടാനായി അഗസ്ത്യരുടെ നിർദ്ദേശപ്രകാരം ഈ ക്ഷേത്രത്തിൽ ഒരു പെരിച്ചാഴിയുടെ രൂപത്തിൽ ഭഗവാന്റെ അഭിഷേകജലം വെളിയിൽ കളയുന്ന ഗോമുഖിക്കുള്ളിൽ ഒളിച്ചിരുന്നത്രേ. ശനിദശാകാലം കഴിഞ്ഞ് പുറത്തു വന്ന ഇന്ദ്രൻ ശനീശ്വരനോട് താങ്കൾക്കെന്നെ തൊടാൻ സാധിച്ചില്ലല്ലോ എന്ന് ഗർവോടെ പറഞ്ഞപ്പോൾ ഇത്രയും കാലം എൻ്റെ പിടിയിൽ തന്നെ ആയിരുന്നതിനാലാണ് താങ്കൾക്ക് ഗോമുഖിക്കുള്ളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാഞ്ഞത് എന്ന് ശനീശ്വരൻ പ്രസ്താവിച്ചു എന്നാണ് പുരാണങ്ങൾ. പിന്നീട് ഇന്ദ്രൻ ഇവിടെ തീർത്ഥം സൃഷ്ടിച്ച് ഗോമുഖി തീർത്ഥം അതിലേക്കൊഴുക്കി ദേവലോകവാസികളെ നീരാടിച്ചു എന്നാണ് കഥ. ശനിപ്രീതി പിടിച്ചുപറ്റാൻ ജ്യോതിഷശാസ്ത്രം പറയുന്നത് വികലാംഗർക്ക് തന്നാലാവുന്ന സഹായം ചെയ്യുക എന്നതാണ്. മാതാവിനെ തൊഴിച്ചതിനാൽ ശനീശ്വരൻ വികലാംഗനായി എന്നൊരു കഥയുമുണ്ട്. ശനി കൊടുത്താൽ ആരാലും തടുക്കാൻ സാധിക്കില്ല എന്നും ശാസ്ത്രം പറയുന്നു.
ഛായാദേവിക്ക് പിറന്നതിനാൽ ജാരസന്തതി എന്നൊരു വിഷമവും ശനീശ്വരൻ അനുഭവിച്ചതിനാൽ സൂര്യനും ശനിയും പകഗ്രഹങ്ങളാണെന്നാണ് ജ്യോതിഷശാസ്ത്രം വിലയിരുത്തുന്നത്. മകരം, കുംഭം രാശികൾ ശനീശ്വരന്റെ സ്വന്തം വീട് ആയതിനാൽ ഈ രാശിക്കാർക്ക് ശനിദോഷത്താലുള്ള കഷ്ടം കുറവായിരിക്കും എന്നും പറയുന്നു. അതേപോലെ സൂര്യൻ ഉച്ചഘട്ടത്തിലുള്ള മേടം രാശിയിൽ ശനി നീചമായും സൂര്യൻ നീചമായുള്ള തുലാം രാശിയിൽ ശനി ഉച്ചഘട്ടത്തിലും നിലകൊള്ളുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ക്ഷേത്രത്തിൽ പ്രധാന കരുവറയിൽ ശ്രീ പരമേശ്വരൻ അഗസ്തീശ്വരർ എന്ന നാമത്തോടെ കിഴക്ക് ദർശനമായി ശിവലിംഗ സ്വരൂപമായി അനുഗ്രഹം ചൊരിയുന്നു. അമ്പാൾ തെക്ക് ദർശനമായി 4 കരങ്ങളോടെ ലളിതാ പരമേശ്വരിയായി പൂർണ്ണ സ്വരൂപത്തിൽ ആനന്ദവല്ലിയമ്മൻ എന്ന നാമത്തോടെ നിൽക്കുന്ന പ്രതിഷ്ഠയാണ്. സ്വാമി സന്നിധിക്ക് ഇടത് യമധർമ്മൻ തന്റെ വാഹനത്തോടെ കാളദണ്ഡ് ഏന്തിയപടി ഇടതുകരത്തിൽ പാശത്തോടെ ദർശനം തരുന്നു. വലതുഭാഗത്ത് ശനീശ്വരനാവട്ടെ 2 കരങ്ങളോടെ കാകവാഹനനായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ക്ഷേത്രതീർത്ഥത്തിൽ നീരാടി സ്വാമിക്കും അമ്പാൾക്കും വസ്ത്രം ചാർത്തി ശനീശ്വരനെയും യമധർമ്മനെയും വേണ്ടവിധം പ്രാർത്ഥിച്ചു പോകുന്നവരുടെ ശനിദോഷം കുറഞ്ഞിരിക്കും എന്നത് ഇവിടെ എത്തുന്ന ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ വിനായകർ, സുബ്രഹ്മണ്യർ, വിജയലക്ഷ്മി, ചണ്ഡികേശ്വരർ, നവഗ്രഹങ്ങൾ, ഭൈരവർ എന്നിങ്ങനെയുള്ള കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം ദേവതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള ഒരുകാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. അമാവാസി, പ്രദോഷം, ശനിയാഴ്ച, ശനിമാറ്റം, കൃഷ്ണപക്ഷ അഷ്ടമിയിൽ ഭൈരവർക്ക് പൂജകൾ, ശിവരാത്രി എന്നിവയാണ് ഉത്സവമായി കൊണ്ടാടുന്നത്. പൂജാസമയം രാവിലെ 6 മണി മുതൽ 10 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മയിലാടുതുറയിൽ നിന്ന് 28 കിലോമീറ്റർ, പേരളത്ത് നിന്ന് 3 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പേരളം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.